ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. വളരെ തിക്ക് രൂപത്തിലുള്ള തേങ്ങ ഒന്നും അരക്കാതെ വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ 1/2 കപ്പ് കടല ഓവർനൈറ്റിൽ കുതിരാൻ വെച്ചതാണിത്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് 5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ കടലയുടെ മേലെ നിൽക്കും വിധം വേണം വെള്ളം ഒഴിക്കാൻ. 5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇവിടെ ഞാൻ 1.5 കഷ്ണം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, വലിയുള്ളി. ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ചട്ടി ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലും ഓയിലിലും ഉണ്ടാക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിലായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന വലിയുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയത് കാരണം പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ ഞാൻ 1 തക്കാളി ഇതേപോലെ ഉള്ളി പേസ്റ്റ് എടുത്ത അതേ ജാറിൽ തന്നെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളകും ചേർക്കാവുന്നതാണ്. എരിവ് കൂടുമെന്ന് കരുതിയാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിൻ്റെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തക്കാളി ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മേലെ എണ്ണ തെളിഞ്ഞു വരും. അതുവരെ ഇതൊന്ന് തിളപ്പിക്കണം. അതിനുശേഷം മാത്രമേ ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാവൂ. ഈ എണ്ണ മേൽഭാഗത്ത് വരുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 പീസ് മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടലയിലുള്ള വെള്ളവും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ കടല നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഇതിലെ വെള്ളം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരിത്തിരി ഗ്രേവി പോലെ ആകുന്നത് വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഒരു പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഈ കറി ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയാണ്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കടുക് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായിട്ടുള്ള വെള്ളക്കടല കറി റെഡിയായി. പൂരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണിത്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.